ഇത് IT യുഗമാണല്ലേ. ഇന്ന് നമ്മളുടെ അടുത്തറിയാമൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് എത്തി നിൽക്കുന്നത് കൊച്ചിയിലുള്ള ലുമിനാർ ടെക്നോ ലാബ്സിലാണ്. ആൻഡ് കേരളത്തിലെ തന്നെ നമ്പർ 1 സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മളുടെ ലുമിനാർ. ആൻഡ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഒരു IT എംപ്ലോയിയിൽ നിന്ന് ഇന്ന് നമ്മളുടെ കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ലുമിനാർ ടെക്നോ ലാബ് നടത്തുന്ന അതിൻ്റെ അമരക്കാരനായിട്ടുള്ള രാഹുൽ M. കുമാർ സാറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം സാർ. ഹലോ. ഇന്ന് IT അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ലുമിനാർ എന്ന പേര് സുപരിചിതമാണ്. സോ എങ്ങനെയാണ് നമ്മുടെ ലുമിനാർ ടെക്നോ ലാബിൻ്റെ ആ ഒരു ജേർണി? ലുമിനാർ ടെക്നോ ലാബ് 2018 ആരംഭിച്ച സ്ഥാപനമാണ്. 2018 എൻഡിലാണ്, അതായത് നമ്മൾ ഒക്ടോബറിൽ നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, നവംബറിൽ ഉദ്ഘാടനം ചെയ്ത് ഡിസംബറിൽ നമ്മൾ ക്ലാസ് തുടങ്ങിയത്. അതിന് മുന്നേ ജേർണി പറഞ്ഞാൽ ഞാൻ 2005 മുതൽ IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കഴിഞ്ഞ് IT ജോലി തിരുവനന്തപുരത്ത് ഇൻഫർമേഷൻ കേരള മിഷനിൽ തുടങ്ങി. പിന്നെ കൊച്ചിയിൽ വർക്ക് ചെയ്തു, കഴിഞ്ഞ് ബാംഗ്ലൂർ വർക്ക് ചെയ്തു. ദെൻ 2016 ഞാൻ കൊച്ചിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. ആ സമയത്ത് ഞാൻ ഒരു ജോലി അന്വേഷിച്ചിരുന്ന ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു ജോലിയാണ് ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സെൻട്രൽ മാനേജറായിട്ട്. ഞാൻ അവിടെ കുറച്ചാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥാപനത്തിലും വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ചിന്ത വന്നുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ കുറച്ചുകൂടി മികച്ച രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വരുന്ന കുട്ടികളാരും തന്നെ പഠിച്ചിട്ട് സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ബിരുദങ്ങൾ നേടാൻ വരുന്നവരല്ല. അവരുടെ എല്ലാം ലക്ഷ്യം ഒരു ജോലിയാണ്. അപ്പോൾ മാക്സിമം കുട്ടികളെ എങ്ങനെയെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ട്രെയിനിങ് കൊടുക്കാം, അതുമാത്രമല്ല അഡ്വാൻസ് ലെവൽ കോഴ്സസിൽ എങ്ങനെ ട്രെയിൻ ചെയ്യാം, അതിനെല്ലാം വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലുമിനാറിൻ്റെ മിഷൻ നോക്കുകയാണെങ്കിൽ 100% പ്ലേസ്മെൻറ്റ്സ് ടു ഇവിടെ എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് 100% പ്ലേസ്മെൻറ്റ്സ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സോ ഇതിപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ ലുമിനാർ ടെക്നോയിൽ ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നമുക്ക് 2 ഫ്ലോർ കോഴിക്കോട് ക്ലാസ് റൂംസ് ഉണ്ട്. കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ 5 നില, ഈ 5 നിലയിൽ നമുക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2024 ഒക്ടോബറോടെ ലുമിനാർ ട്രിവാൻഡ്രം ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ് ഞങ്ങൾ. നമ്മുടെ ഒരു അഭിമാന നിമിഷം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ 2 ദിവസം മുന്നാണ് നമ്മൾ 5000 പ്ലേസ്മെൻറ്റ്സ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കാര്യമല്ല. 5000-ഓളം പ്ലേസ്മെൻറ്റ്സ്. 5000-ഓളം പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 5000-ഓളം ജീവിതങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഒരാൾക്ക് ഒരു ജോലി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിതമാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതെല്ലാം ലുമിനാറിനെ പറ്റിയൊരു അഭിമാന നേട്ടങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് പുറമെ നമുക്ക് നമ്മുടെ വേറെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ടിവിയിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ റീസെൻ്റ്ലി ട്രിവാൻഡ്രത്ത് വെച്ച് ചേർന്നിരുന്ന ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ എഡ്യൂ കോൺക്ലേവ് നമുക്ക് അവാർഡ് കിട്ടിയിരുന്നു, ബെസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ലീഡർഷിപ്പിന് അവാർഡ് കിട്ടിയിരുന്നു. സോ ഇതെല്ലാം തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് നേട്ടങ്ങളാണ്. അതിനേക്കാളെല്ലാം ഉപരി ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്കാണ്. നിങ്ങൾ ലുമിനാറിൻ്റെ റിവ്യൂസോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജോ കണ്ടാൽ അറിയാം. ഏകദേശം 73,073K ഓൾസം ഫോളോവേഴ്സുള്ള ഒരു പേജ് ഞങ്ങൾക്കുണ്ട്. അതിനേക്കാളുപരി 4.8 റേറ്റിംഗ് ആണ് ഗൂഗിൾ റിവ്യൂസ് നമുക്ക് നിൽക്കുന്നത്. ഏകദേശം 2500 റിവ്യൂസ് ഉണ്ട്. സോ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്ത്. അതുപോലെ തന്നെ അവരെ ആ മികച്ച രീതിയിലേക്ക് അവരെ ആക്കി തീർക്കുന്ന ഞങ്ങളുടെ ട്രെയിനേഴ്സ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി സ്റ്റാഫ്, ഇതെല്ലാം തന്നെ ലുമിനാറിൻ്റെ ഒരു അസറ്റ്സ്. IT റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ആ ഫീൽഡിലുള്ളവർ തന്നെ പുതിയൊരു കോഴ്സ് എടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ വേഗം അത് ചെയ്യാൻ പറ്റും, വേഗം ജോലി കിട്ടും, ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മൾ കോഴ്സസ് എടുക്കുന്നത്. സോ ആ നമ്മളുടെ സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ ബാക്കി അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഓക്കെ, IT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അനുദിനം അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ്. സോ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ 2000-കളിലോ അല്ലെങ്കിൽ 90-കളിലോ ഉപയോഗിച്ച ടെക്നോളജീസ് അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സോ ഇതിലേക്ക് ആദ്യം എനിക്ക് പറയാനുള്ളത് പുതിയതായി വരുന്നൊരു കുട്ടിയോടാണ്. അല്ലെങ്കിൽ ഒരു ഫ്രഷർ ലെവലിൽ നിങ്ങൾ പഠിക്കാൻ വരികയാണെങ്കിൽ ഏത് കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അതൊരു ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജി നിങ്ങൾ ചൂസ് ചെയ്യുക, ആ ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റുമോ അവിടെല്ലാം പഠിച്ചെടുക്കുക, നല്ല നല്ല പ്രൊജക്ട്സ് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് ലക്ഷ്യം ഈസ് ടു ഗെറ്റ് ഇൻ ടു ആൻ എൻട്രി, ഒരു എൻട്രി കിട്ടുക, അല്ലെങ്കിൽ IT ഫീൽഡിലേക്ക് ഒരു എൻട്രി നേടാം. ആ എൻട്രി നേടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. നമുക്ക് ഈ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫയറിംഗ് ഉള്ള ഒരു ഏരിയയാണ് IT ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അപ്സ്കിൽ ചെയ്യാന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ടെക്നോളജീസ് എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡെവലപ്പറായി ജോലിക്ക് കയറി അല്ലെങ്കിൽ ഒരു ടെസ്റ്ററായി ജോലിക്ക് കയറി, നമുക്ക് ആ ജോലി കിട്ടിയോണ്ട് എല്ലാം കഴിയുന്നില്ല. അപ്സ്കില്ലിംഗ് എന്നുള്ളത് IT-ൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ജോലിയുടെ ഒരു എന്താ പറയുക സ്ഥിരതയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് കമ്പനികളിൽ മാറണമെങ്കിൽ ദെൻ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ വെറുതെ ജോലി ചെയ്യുന്നതല്ല, നമുക്ക് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടണം, അല്ലെങ്കിൽ നല്ല അപ്രൈസൽസിൽ നമുക്ക് നല്ലൊരു സാലറി ഹൈക്ക് കിട്ടണമെങ്കിലും നമുക്ക് അപ്സ്കില്ലിംഗ് എന്നൊരു സംഭവം വളരെ അത്യാവശ്യമാണ്. ഇനി IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന നിങ്ങളൊരു 2 കൊല്ലോ 3 കൊല്ലോ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അപ്സ്കില്ലിംഗ് വളരെ മാൻഡേറ്ററി ആണ്. അത് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ മേഖലയിലൊരു ഉയർച്ച ഉണ്ടാവത്തുള്ളൂ.
ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലുമിനാർ ഇന്ന് ഈ ഒരു നിലയിൽ എത്തണമെങ്കിൽ എന്തായാലും അതിന് പിന്നിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പീരീഡും ഉണ്ടാവും. സോ അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? എന്താണ് ഏറ്റവും കൂടുതൽ സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ? സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വരുന്നൊരു ഇനീഷ്യൽ സ്ട്രഗിളാണ് സാമ്പത്തികം. അത് ഞങ്ങൾ അതെങ്ങനെ ഓവർകം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൽ ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നമുക്ക് ബിൽഡിങ് റെൻറ്റ് കുറച്ച് നമുക്ക് ബിൽഡിങ് കിട്ടിയത്, അഡ്വാൻസ് കുറച്ച് കിട്ടി. പിന്നെ തുടക്കത്തിൽ നമുക്ക് ശമ്പളം കൊടുക്കാനൊന്നും ഒരു വലിയതായിട്ട് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 കുട്ടികളൊക്കെ പഠിക്കുന്നുള്ളൂ. ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വൈഫ് സപ്പോർട്ട് ചെയ്യുന്നു. അവളുടെ സ്വർണ്ണമൊക്കെ വരുത്തുന്നു. നമ്മൾ പണയം വെച്ചൊക്കെയാണ് ആദ്യം ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഉണ്ടായ വേറെ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതുകൊണ്ട് ആരും തന്നെ നമ്മളെ വിശ്വസിക്കണമെന്നില്ല. സോ ഇനീഷ്യൽ നമുക്കൊരു പ്ലേസ്മെന്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ പല കമ്പനി ഇപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടിയിരുന്നില്ല. അതൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജസ് ആയിരുന്നു. ഇതിനെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെ നടത്തിയ കുറേ വ്യാജ എന്താ പറയുക ആരോപണങ്ങളെന്നോ അല്ലെങ്കിൽ റിവ്യൂ സ്പാമിംഗ് എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗൂഗിളിൽ കയറി ആർക്കും ആരെ പറ്റി എഴുതാം. സോ ഒരു സമയത്ത് ഞങ്ങളൊന്ന് കത്തിക്കയറി വന്ന സമയമുണ്ടാകും. നമുക്ക് നല്ലപോലെ പ്ലേസ്മെന്റ്സ് ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മളെ പറ്റി നമ്മുടെ ഗൂഗിൾ പേജസിൽ കയറിയിട്ട് ഒരുപാട് ആളുകൾ ആരാന്ന് നമുക്ക് അറിയത്തില്ല, കുറേ ഫേക്ക് ഐഡികളിൽ നിന്നെല്ലാം കണ്ടിന്യൂസ് നെഗറ്റീവ് റിവ്യൂസ് വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം രാത്രിയൊക്കെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പേജ് നോക്കും, റിവ്യൂ വരുന്നുണ്ടോ. കുറേയൊക്കെ നമ്മൾ സൈബർ സെല്ലിൽ കോൺടാക്ട് ചെയ്തു. ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ കുറേ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ നമ്മളെ ചോദിച്ച കുറേ പേര് നമുക്കൊന്നൊരു ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള കാര്യം പോകും. അതിനൊരു നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ് ഘടകങ്ങൾ, നമ്മൾ പഠിച്ച കുട്ടികളിൽ നിന്നും പോസിറ്റീവ് റിവ്യൂസ് വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതുമായി മുന്നോട്ട് പോകുന്നതായിരുന്നു നമുക്ക് അന്ന് കിട്ടിയ ഒരു ഉപദേശം അല്ലെങ്കിൽ നമുക്കും തോന്നിയത്. സോ നമ്മളതിനെ കംപ്ലീറ്റ്ലി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷെ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 2500ഓളം പോസിറ്റീവോളം റിവ്യൂസ് നമുക്ക് ഗൂഗിളുണ്ട്. അതൊരു ഭയങ്കര സ്ട്രഗ്ലിംഗ് തന്നെയാണ്. കാരണം നമ്മുടെ ഗൂഗിളിൻ്റെ പേജ് അടിച്ചു പോയി. കാരണം അറിയാലോ ഏതൊരു ബിസിനസ്സിനും ഒരു ഓൺലൈൻ പ്രസൻസ് ആവശ്യമാണ്. അതൊക്കെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. എന്തൊക്കെയാണ് ലുമിനാർ ടെക്നോ ലാബിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ലുമിനാർ ടെക്നോ ലാബിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൊച്ചിയിൽ സെൻറ്റർ ഉണ്ട്, കോഴിക്കോട് സെൻറ്റർ ഉണ്ട്. നമ്മളിനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കേരളം വിടാണ്. നെക്സ്റ്റ് പിന്നെ നമ്മൾ ബാംഗ്ലൂർ, പിന്നെ അതുപോലെ തന്നെ ദുബായൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വേറൊരു ഫ്യൂച്ചർ പ്ലാൻ പറയാം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല എത്തി നിൽക്കുന്ന ഒരു 5000 പ്ലേസ്മെൻറ്റ്സ് ആണ്. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഇയറിൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു അക്കാദമിക് ഇയറിൽ നമ്മളെ കൊണ്ട് ഏകദേശം ഒരു 5000 to 6000 പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. അതിന് ഈ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി നമുക്കൊരു 500 പ്ലേസ്മെൻറ്റ്സ് എത്തണം. അതും ഒരു ഫ്യൂച്ചർ പ്ലാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ബാക്ക് എൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു വിപുലമായ HR ടീം, അതുപോലെ തന്നെ കൂടുതൽ കമ്പനികളെ ക്യാൻവാസ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ടീം, ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ഫ്യൂച്ചർ പ്ലാനാണ് ലുമിനാറിൻ്റെ. തീർച്ചയായിട്ടും ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സാർ നമ്മളോട് കൂടെ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഒരുപാട് IT റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ഏറ്റവും കൂടുതൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ആൻഡ് ലുമിനാറിന് ഇനിയും ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു IT ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലുമിനാർ ടെക്നോ ലാബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സർ നമ്മളുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. IT മേഖലയിൽ നല്ലൊരു ജോലി നേടാൻ നല്ല ട്രെയിനിങ്ങും അത്യാവശ്യമാണ് അല്ലേ? സോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ലുമിനാർ ടെക്നോ ലാബിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. സോ നമ്മളുടെ അടുത്തറിയാമെൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. ആൻഡ് ഇനി അടുത്ത സെഗ്മെൻറ്റിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.